അങ്കിളെ, അങ്കിളിന് എന്റെ ഫ്രണ്ട്സിനെ എല്ലാം ഇഷ്ടായോ? പിന്നെ കൂടുതൽ ഇഷ്ടായത് ആരെയാ? എന്നെയല്ലേ? അത് പറയാനുണ്ടോ നിധിക്കുട്ടി? എന്നാ അങ്കിൾ എന്റെ ചെറിയൊരു ഇഷ്ടം സാധിച്ചു തരുമോ? എന്തിനാ ചെറുതാക്കുന്നേ? വലിയ ഇഷ്ടം തന്നെ സാധിച്ചു തരാം. ഇപ്പൊ ഇതൊക്കെ പറയും, കേട്ട് കഴിയുമ്പോ കാല് മാറും. എന്റെ മോളുടെ ഈ ഒരു ചെറിയ ആഗ്രഹം സാധിച്ചു തരാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാ അങ്കിള് അനിമലങ്ങളാന്ന് പറഞ്ഞ് നടക്കണേ? എങ്കിൽ അങ്കിളിന് ഒരാളെ കൊല്ലാൻ പറ്റുമോ? കൊല്ലാൻ? അതെ. മോള് തമാശ പറഞ്ഞാണല്ലേ? അല്ല, എന്നെ എപ്പോഴും ഉപദ്രവിക്കുന്ന ഒരാളെ കൊല്ലണം. പറ്റുമോ? അതാരാ മോളെ ഉപദ്രവിച്ചത്? അത് പറയാം. പറ്റുമോ? കൊല്ലാൻ പറ്റുമോ? ഞാൻ സുഖമായി സന്തോഷമായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ മതി. അല്ല, എന്നെ കണ്ട ഒരാളെ കൊല്ലാൻ പറ്റുമെന്ന് മോക്ക് തോന്നുന്നുണ്ടോ? പറഞ്ഞല്ലേ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചോദിച്ചോളാൻ. എന്റെ ആഗ്രഹവും സാധിച്ചു തരൂന്ന്. എന്നിട്ടാ? മോളെ അത് അങ്കിൾ. വേണ്ട, എന്നോട് ഇഷ്ടമില്ലാന്ന് അറിയാം എനിക്ക്. അതല്ല മോളെ, കൊന്നാൽ അങ്കിളിനെ പോലീസ് പിടിക്കില്ലേ? എല്ലാരെയും അറിയിച്ച കൊല്ലുക? അറിയാണ്ട കൊല്ലണ്ടേ? ആരും അറിയാണ്ട്. ആ ശരി ശരി. ആരെയാ മോക്ക് കൊല്ലേണ്ടത്? എന്റെ പപ്പയെ. നോക്കു മോഹൻ, അയാൾ എത്ര വൃത്തികെട്ടവനാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ഇവൾക്കും അറിയാം. പിന്നെ ഇവളിത് എന്ത് ഭാവിച്ച? അയാളുടെ കൂടെ സ്കൂട്ടറിൽ ലോകം മുഴുവനും കറങ്ങി നടക്കുക, തോന്നുമ്പോഴൊക്കെ അയാളുടെ ഫ്ലാറ്റിൽ കയറി ഇറങ്ങുക. ഇതിപ്പോ മോഹൻ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിലോ? പോട്ടെ, വഴക്ക് പറയണ്ട. ഇനി അവൾ ആവർത്തിക്കില്ല. എന്താ നിധി? എന്ത് ചോദിച്ചാലും മുഖം വീർപ്പിച്ചോണ്ട് ഒരു നിൽപ്പ്, അത് കാണുമ്പോഴാ എനിക്ക് കലി കയറുന്നേ. ദേ, ഇനി മേലാൽ അയാളെ കാണുകയോ മിണ്ടുകയോ കൂട്ടുകൂടുകയോ ഒന്നും വേണ്ട. മനസ്സിലായോ? ആവശ്യത്തിന് ഫ്രീഡം ഒക്കെ ആവാം, അതാരും റെസ്ട്രിക്റ്റ് ചെയ്യില്ല. പക്ഷെ ആവശ്യത്തിന് മാത്രം മതി. നീ എന്ത് കാഴ്ച കാണാൻ നിൽക്കുക? പോടെ അപ്പുറത്ത്. എന്താ നിന്റെ ഉദ്ദേശം? അറിഞ്ഞിട്ടെന്തിനാ? പറ, എന്ത് റിലേഷൻഷിപ്പാ നിങ്ങൾ തമ്മില്? I love that old man. അവൻ ഇത്രയും വലിയ നാറിയാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നു? കാണുന്നവർക്കൊക്കെ എന്തൊരു മാന്യൻ. ആട്ടുംതോലും പോത്തുംതോലും ഒരുമിച്ചിട്ട ചെന്നായി. അവനെ കൊല്ലുക തന്നെ വേണം മോളെ, സംശയമില്ല. ഇപ്പോഴെങ്കിലും അങ്കിളിന് ബോധ്യമായല്ലോ. അതുകൊണ്ടല്ല മോളെ, നമുക്കാർക്കും കുഴപ്പമില്ലാതെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വഴിയുണ്ടെങ്കിൽ അത് ആലോചിച്ചുകൂടെ? പോലീസ് കംപ്ലൈന്റ് ചെയ്യാം. പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ചാൽ മിനിമം 7 വർഷം അകത്ത് കിടക്കേണ്ടി വരും. അതൊക്കെ എനിക്ക് അറിയാം. എന്നാ നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. ഓ, എന്നിട്ട് വേണം എല്ലാരും അറിയാൻ, പേപ്പറിലും വന്ന് എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാണ്ടാവാൻ. വനിതാ കമ്മീഷൻ പരാതി കൊടുത്താലോ? അപ്പോഴും എല്ലാരും അറിയില്ലേ? ഓ, മാത്രല്ല മമ്മി അറിഞ്ഞ എന്താ ഉണ്ടാവുക? മമ്മി അറിയാൻ പാടില്ല, ആരും അറിയാൻ പാടില്ല. അപ്പൊ പിന്നെ കൊല്ലണം, കൊല്ലിയേ വഴിയുള്ളൂ. എന്നാലും മോളെ, അങ്കിൾ ഒരാളെ കൊല്ലുക എന്ന് വെച്ചാ? എനിക്കറിയാം, അവസാനം അങ്കിൾ ഇതേ പറയൂന്ന്. അല്ല മോളെ, അങ്കിൾ ഒന്നോടെ ആലോചിച്ചിട്ട്. വേണ്ട, ആലോചിക്കണ്ട. മോളെ മോളെ, എന്താ ഇത്? പോയിക്കോ, എന്റെ മുമ്പിൽ കാണരുതിനി. എവിടെയെങ്കിലും പോയിക്കോ. മോളെ മോളെ, അങ്കിള് വീട്ടിൽ കൊണ്ടുവന്നാക്കാം. വേണ്ട, പോ, പോ. അനിമൽ അങ്കിള് ചതിയനാ, അയാൾ ചെയ്യൂല. എത്ര വട്ടം ഞാൻ പറഞ്ഞു നോക്കി, എന്നിട്ടും അയാൾക്ക് തമാശ. പിന്നെ കുറെ സിമ്പതി കാണിക്കലും. വെറുതെ അയാളുടെ പുറകെ നടന്നു. അയാൾ പോട്ടെ പോട്ടെ. അല്ലേ? നീ എന്താ ഒന്നും മിണ്ടാത്തത്? എന്തെയ്യൊന്നും ആലോചിക്കായിരുന്നു ഞാൻ. അങ്കിള് ചെയ്യൂല്ലെങ്കിൽ വേണ്ട. നിനക്ക് അയാളെ കൊല്ലാൻ പറ്റുമോ? കൊല്ലാൻ പറ്റുമോ സന്ദീപ്? പറ്റില്ലേ? വേണ്ട, ഇരിയടാ അവിടെ. ആരും കൊല്ലണ്ട, ഞാൻ തന്നെ കൊല്ലും. 12 years ജയിലിൽ കിടക്കണമെന്നല്ലേ ഉള്ളൂ. കിടക്കാം, ഇതിലും ഭേദം അതല്ലേ? എന്റെ മമ്മിയും കനിമോള് എപ്പോഴും കാണാൻ പറ്റില്ല എന്ന് ഓർക്കുമ്പോഴാ. അത് സാരല്ല. നിധിക്കുട്ടി വാ. ഇല്ല. അങ്കിളല്ലേ വിളിക്കുന്നേ, വാ. ഇല്ലെന്ന് പറഞ്ഞില്ലേ?
വാടോ, എനിക്ക് സംസാരിക്കാനുണ്ട്. വേണ്ട. വാ. മര്യാദക്ക് ഡെയിലി 4 പെഗ്ഗു അടിച്ചുകൊണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന ഞാനാ ഇപ്പൊ ഒരു ഫുൾ ബോട്ടിൽ അടിച്ചാൽ പോലും രക്ഷയില്ല. കംപ്ലീറ്റ് ഉറക്കവും പോയി. എല്ലാത്തിനും കാരണം മോളാ. വാ. സോറി മോനെ, ഇതൊരല്പ സീരിയസ് കാര്യാ. നമുക്ക് പിന്നെ പരിചയപ്പെടാം. മോള് വാ. വാ. ആദ്യം ഈ മുഖം ഇങ്ങനെ വീർപ്പിച്ച് നിൽക്കണത് മാറ്റി ഒന്ന് ചിരിച്ചേ. പിന്നെ ചിരിക്കാൻ പറ്റിയ നേരം. പോട്ടെ, ആരാ പയ്യൻ? എന്റെ ഫ്രണ്ട്. ശരി, എന്ത് ഫ്രണ്ട്, എങ്ങനെ ഫ്രണ്ട് എന്നൊക്കെ അങ്ങള് പിന്നെ ചോദിച്ചോളാം. അവനറിയാവോ പപ്പയെ കൊല്ലാൻ പോണ വിവരം? അവന് മാത്രമാണോ അതോ വേറെ ഫ്രണ്ട്സിനൊക്കെ അറിയാവോ? എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നത്? അല്ല, അങ്കിള് പപ്പയെ കൊല്ലുകയെന്ന് വെക്കുക. വേണ്ട, ഇനി അത് പറയണ്ട. നിൽക്ക്. മോക്ക് വേണ്ടി അങ്കിള് പപ്പയെ കൊല്ലുന്നു. വെറുതെ പറയല്ലേ? അല്ല, അങ്കിള് തീരുമാനിച്ചു. അങ്കിള്, സത്യം? സത്യം. താങ്ക് യു അങ്കിൾ. ഓക്കെ മോളെ, ഇനി മോള് ഫ്രണ്ടിനെ വിളിക്കും. സന്ദീപ്, അങ്കിള് സമ്മതിച്ചു. സന്ദീപ് വിളിച്ചു കൂവാതെ ആരെങ്കിലും കേൾക്കും. ശരി, വാ. ഇരിക്കെ. എങ്ങനെയാ കൊല്ലുക? എപ്പോ, എവിടെ വെച്ച്? അതൊക്കെ ഇനി തീരുമാനിക്കണം. ഇവനാ ഞാൻ പറഞ്ഞ ആദിത്യവർമ്മൻ, എന്റെ ക്ലാസ്മേറ്റ്. അപാര ബ്രെയിനാ. ഐഡിയ ഒക്കെ ഇവൻ തരും. കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്. സീക്രട്ട് ആയിരിക്കുമല്ലോ. 100% വിശ്വസിക്കാം. ഇതാ മാനുവൽ. ഹലോ. ഹലോ, വാ. ആ, ഇവന്റെ പാരന്റ്സ് ഡൽഹിയിലാ. ഡാഡി CBI, മമ്മി IPS. മമ്മി ഇപ്പൊ ജലന്ധറിൽ SP ഇല്ലേ? അതെ. ഇവിടെ ഇപ്പൊ ഇവന്റെ അപ്പൂപ്പൻ മാത്രമേ ഉള്ളൂ. പേടിക്കണ്ട, അപ്പൂപ്പന് കണ്ണു കാണൂല. കാറ്ററാക്ട് ഓപ്പറേഷൻ കഴിഞ്ഞിരിപ്പാ. ചെവി പണ്ടേ ഔട്ട്. ആർമി കേണലായിരുന്നു. ആദ്യാണോടാ? അതെ അപ്പൂപ്പ. നീ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. വാ, ഇതെന്റെ ഫ്രണ്ട്സ്. ഇത് മാഷ്. വാ, ഇരിക്കൂ. എത്ര പേരെ കൊല്ലണമെന്നാ പറഞ്ഞേ? നീ മറന്നുപോയോ ഒരാളെ? നിധിയുടെ പപ്പയെ. ഓ യെസ്, ഞാൻ ഓർക്കുന്നു. ഇംഗ്ലീഷ് നോവൽസ് വായിക്കാറുണ്ടോ? അല്ലെങ്കിൽ ഇംഗ്ലീഷ് മൂവീസ് കാണാറുണ്ടോ? ഞാൻ നിങ്ങളോടാണ് ചോദിച്ചത്. അങ്ങനെയൊന്നുമില്ല. നല്ല നല്ല മർഡേഴ്സ്, എക്സൈറ്റിംഗ് ക്രൈംസ് ഒക്കെ ഇംഗ്ലീഷിലേ കാണാൻ പറ്റൂ. ഒരാളെ മാത്രമേ കൊല്ലാനുള്ളൂവെങ്കിൽ നമുക്ക് ഈ ഐഡിയ ഫോളോ ചെയ്യാം. ഷെർലക് ഹോംസിന്റെ ഞാൻ റെഡിങ്കിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരാളെ സിമ്പിളായി കൊല്ലാൻ പറ്റും. മറ്റേ ചില മർഡർ മെത്തേഡ്സ് ഈ ബുക്സിലുണ്ട്. അഗത ക്രിസ്റ്റി, പോൾ ബ്രിഗ്ഹിൽ. മർഡർ നേരിട്ട് കണ്ട് പ്ലാൻ ചെയ്യണമെങ്കിൽ ഈ CDs കാണാൻ നല്ലതാ. ഒരു ധൈര്യം കിട്ടും. അല്ല, ഇതിലൊക്കെ അവസാനം കൊല്ലണയാളെ പിടിക്കുമല്ലേ? അത് പിന്നെ നോവലിൽ വില്ലനെ നായകൻ പിടിച്ചില്ലെങ്കിൽ പുസ്തകം ചെലവാകില്ല. സിനിമയിലും അങ്ങനെ ചെയ്താലേ ഈ സൂപ്പർ സ്റ്റാർസിനെ പിടിച്ചെടുക്കാൻ പറ്റൂ. ഈ നോവലിലും സിനിമയിലും അല്ലാത്ത വേറെ ഏതെങ്കിലും മെത്തേഡ് ഉണ്ടോ ഒരാളെ കൊല്ലാൻ? പേടിയുണ്ടല്ലേ? അങ്ങനൊന്നുമില്ല. എങ്കിൽ എന്റെ സ്വന്തം ചില ഐഡിയാസ് ഫോളോ ചെയ്യാം. ഞാൻ കുറെ കൊല്ലമായി ഈ വിഷയത്തിൽ റിസർച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഒരു 10-25 കൊല്ലമായി കാണുമാവോ റിസർച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട്. ബി സീരിയസ്, വി ആർ ഡിസ്കസിംഗ് എ സീരിയസ് മാറ്റർ. എന്റെ ഈ മെത്തേഡ് അനുസരിച്ച് മാനവരങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിധിയുടെ പപ്പയ്ക്ക് ക്ലബിലോ ബാറിലോ മറ്റോ പോകുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അങ്കിൾ അവിടെ ചെല്ലുക. എന്നിട്ട് പപ്പയെ അറിയാതെ പാർക്ക് ചെയ്ത കാറിന്റെ പിൻസീറ്റിൽ ഒളിക്കുക. കാറ് ലോക്ക് ചെയ്തിട്ടുണ്ടാവില്ലേ? ഉണ്ടാവും. ലോക്ക് ചെയ്ത കാർ ഓപ്പൺ ചെയ്യുന്ന മെത്തേഡ് ഉണ്ട്. അത് ഞാൻ പഠിപ്പിക്കാം. ശരി, എന്നിട്ട് പപ്പ കാർ ഓടിച്ചു പോകുമ്പോൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. എന്നിട്ട് പാന്റിന്റെ പോകലിൽ കരുതി വെച്ച കയർ മെല്ലെ എടുത്ത് സഡനായി പപ്പയുടെ കഴുത്തിലിട്ട് കുരുക്കുക. സൂക്ഷിക്കണം, കഴുത്തിൽ കൃത്യമായി വീഴണം. തേർഡ് സ്റ്റെപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എന്ന് വെച്ചാൽ കഴുത്തിൽ കുരുക്കിട്ട് കഴിഞ്ഞാൽ വണ്ടി ദേ ഈ പാലം വഴി വരാൻ പറയുക. സാധാരണ പോലെ ഓടിക്കാൻ അയാൾക്ക് അവസരം കൊടുക്കണം.
വണ്ടി പാലത്തിലെത്തിയാൽ കുരുക്ക് മുറുക്കുക. എന്ന് വെച്ചാൽ പപ്പ പിടങ്ങി മരിക്കുന്നത് വരെ. 4th സ്റ്റെപ്പ് സിമ്പിൾ ആണ്. മരിച്ചു എന്നുറപ്പായാൽ അങ്കിൾ കാറിൽ നിന്നിറങ്ങുന്നു, കുരുക്കൂരി മാറ്റുന്നു, ചുറ്റും നോക്കി മറ്റ് വാഹനങ്ങളൊന്നും വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തി ബോഡി ഉൾപ്പെടെ കാർ ഈ കായലിൽ തള്ളുന്നു. ഒന്നെങ്കിൽ കാർ കായൽ താണ് വയ്ക്കുള്ളൂ, ഇല്ലെങ്കിലും ഭയപ്പെടണ്ട, ഇതൊരു ആക്സിഡന്റ് ഡെത്താണെന്ന് ആളുകൾ കരുതിക്കൊള്ളും. എനി ഡൗട്ട്സ്? മോനെ, ഒരു ചെറിയ ഡൗട്ട് ഇല്ലാതില്ല. ഈ കുരുക്ക് കഴുത്തി മുറുകുമ്പോ വണ്ടി കൺട്രോൾ വിട്ട് എവിടെയെങ്കിലും ചെന്ന് ഇടിച്ചാലോ? അപ്പോ പിന്നെ ഇവളുടെ പപ്പ എന്നെ കയറി അറ്റാക്ക് ചെയ്യില്ലേ? അങ്ങനെ ഒരു പേടിയുണ്ട്. നമുക്ക് വേറൊരു മെത്തേഡ് നോക്കാം, കുറച്ചുകൂടി ഇന്റലിജന്റ് ആയ ഒരു മെത്തേഡ്. ഓക്കെ ഓക്കെ. ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നിധിയുടെ പപ്പയെ അങ്കിൾ ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് എത്തിക്കുക എന്നതാണ്. അതെങ്ങനെ എത്തിക്കും? അത് നമുക്ക് ആലോചിക്കാം. ആദ്യം മെത്തേഡ് പറയട്ടെ. അങ്കിൾ അവിടെ വെച്ച് അയാൾക്കൊരു ഡ്രിങ്ക് ഓഫർ ചെയ്യുന്നു. അങ്കിൾ കുടിക്കരുത്, കുടിക്കുന്നത് അഭിനയിക്കുക. എന്നിട്ട് ഇടയ്ക്ക് അങ്കിളിന്റെ കയ്യിലെ ഗ്ലാസ് അറിയാതെ താഴെ വീഴുന്നു. ഗ്ലാസ് പൊട്ടണം. പിന്നെ സോറി പറഞ്ഞ് ഗ്ലാസ് പീസുകൾ പെറുക്കിയെടുത്ത് അങ്കിൾ ദൂരെ എറിയുന്നു. എന്നാൽ ഒരു ഗ്ലാസ് പീസ്, മൂർച്ചയുള്ള ഒരു ഗ്ലാസ് പീസ് മാത്രം അങ്കിൾ ദൂരെ എറിയുന്നില്ല. അത് ക്ലെവറായി കയ്യിൽ ഒളിപ്പിക്കുന്നു. പിന്നെ സംസാരിച്ച് അങ്കിൾ പപ്പായുടെ പിന്നിലെത്തുന്നു. സഡനായി ഗ്ലാസ് പീസ് പപ്പായുടെ കഴുത്തിൽ അമർത്തുന്നു. ബി കെയർഫുൾ, പിന്നെ വിടരുത്, അയാൾ മരിക്കും വരെ. അങ്കിളിന്റെ കൈ മുറിഞ്ഞിരിക്കും, എങ്കിലും വിടരുത്. ഇങ്ങനെ ഒരു സീൻ അബ് തക് ചപ്പൻ എന്ന ഹിന്ദി പടത്തിലുണ്ട്. പക്ഷേ അയാൾ കുതറിയാലോ, എന്നെ ഇടിച്ചു വീഴ്ത്തിയാലോ? അപ്പോൾ അയാളെ ഫിസിക്കലായി കീഴ്പ്പെടുത്താമെന്ന് കോൺഫിഡൻസ് ഇല്ല? അല്ല, അയാളോട് നേരിട്ട് ഏറ്റുമുട്ടുക എന്ന് പറഞ്ഞ സേഫായിട്ട് കൊല്ലാൻ വേറെ വഴിയൊന്നുമില്ല. അതിന് സിമ്പിളായ ഒരു വഴിയേ ഉള്ളൂ, ഷൂട്ട് ചെയ്യുക. ആ, അത് കൊള്ളാം, അത് സേഫാ. പക്ഷേ അതിന് ഗൺ വേണ്ടേ? ഗണ്ണൊക്കെ ഉണ്ട്. 60s ഇന്ത്യ ചൈന വാർ നടക്കുമ്പോൾ അപ്പൂപ്പൻ ഉപയോഗിച്ചിരുന്ന സർവീസ് ഗണ്ണ, ബുള്ളറ്റ്സും ഉണ്ട്. പക്ഷേ അപ്പൂപ്പൻ അത് അലമാരി വെച്ച് പൂട്ടിയിരിക്കുക. അത് എടുക്കാൻ പറ്റിയാൽ നല്ലതാ. ലൈസൻസ് ഒന്നും പുതുക്കാത്തോണ്ട് ഇപ്പൊ ഈ തോക്ക് ഒരു രേഖയിലും ഉണ്ടാവൂല. ഷൂട്ട് ചെയ്ത ബുള്ളറ്റ് ഏത് കണ്ണിൽ നിന്ന് വന്നൊന്നും പിടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് സേഫാ. പക്ഷേ ഗണ്ണങ്ങനെ എടുക്കൂന്ന അത് ആദ്യം വിചാരിച്ച പറ്റും. അപ്പൂപ്പൻ അറിഞ്ഞാലോ? അറിയാതെ എടുക്കണം. അതെ, ശ്രമിക്കാം.